അപ്പോഴൊരാൾ ചോദിച്ചു, എന്താ ദക്ഷയാഗം എന്ന്? ദക്ഷയാഗം ദക്ഷന്റെ നേതൃത്വത്തിൽ നടന്ന യാഗമാണ്. ദക്ഷ പ്രജാപതിയുടെ നേതൃത്വത്തിൽ നടന്നൊരു യാഗം. ആ യാഗം എല്ലാം കൂടി നശിച്ചുപോയി, ആകെ അപകടമായി. എന്തേ കാരണം? അത് നല്ല ഉദ്ദേശത്തിൽ നടത്തിയതല്ല, ദുരുദ്ദേശത്തോടു കൂടി നടത്തിയതാ. അത് പുഷ്കരത്ത് വെച്ചിട്ട് വലിയൊരു യാഗം നടന്നു. പുഷ്കരത്ത് അങ്ങനെ യാഗം നടന്നു. ആ യാഗത്തില് എല്ലാവർക്കും സ്ഥാനങ്ങളുണ്ട്. ബ്രഹ്മാവിന്, വിഷ്ണുവിന്, ശിവന് ഒക്കെ സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ഇവരെല്ലാം ആസനസ്ഥരായി. ആ സമയത്ത് ദക്ഷപ്രജാപതി വന്നപ്പോൾ ശിവൻ എഴുന്നേറ്റ് ബഹുമാനിച്ചില്ല. എഴുന്നേറ്റ് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ദക്ഷൻ അതൊരു അവമാനമായി തോന്നി. ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അച്ഛനല്ലടാ ഞാൻ. അപ്പോ ഞാൻ ഭാര്യയുടെ അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനം എനിക്കില്ലേ? അപ്പൊ ഞാൻ വരുമ്പോ നീ എഴുന്നേൽക്കണ്ടേ എന്നുള്ളതാണ് ദക്ഷന്റെ. അപ്പൊ അത് കൂട്ടിക്കൊടുക്കാനും ചില ആൾക്കാരുണ്ടായി. എന്നാലും അവൻ മഹാ അഭയപ്രസംഗിയാണ്, അല്ലെങ്കിൽ എഴുന്നേൽക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു പ്രതികാരം ചെയ്തേ ഒക്കൂ എന്ന് ദക്ഷൻ അങ്ങോട്ട് നിശ്ചയിച്ചു. എന്താ ചെയ്തേ? ഒരു വലിയ യാഗം ഏർപ്പാട് ചെയ്തു. സകലമാന ദേവതകളെയും അതിലേക്ക് ക്ഷണിച്ചു, ഒരാളെ ഒഴിച്ച്. മധ്യപ്രസംഗിയായിട്ടുള്ള ശിവനെ മാത്രം ക്ഷണിച്ചില്ല. എന്നെ അവമാനിച്ചതാണ് അവൻ, അതുകൊണ്ട് അവനെ ഒന്ന് അവമാനിക്കാൻ ഇത് തന്നെ സന്ദർഭം എന്ന് പറഞ്ഞ് ശിവനെ ക്ഷണിച്ചില്ല. അങ്ങനെ ഒരുക്കുപാടൊക്കെ നടക്കുകയാണ്. ആ യാഗം നാളെ യാഗമായി. അപ്പോൾ ഒരു ദിവസം സതി നോക്കുന്ന സമയത്ത് എന്താ കാഴ്ച? വിമാനങ്ങൾ അങ്ങനെ 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 പോവുക. എത്ര വിമാനാന്ന് കണക്കില്ല തെക്കോട്ട്. ഇതെന്താ എത്ര വിമാനങ്ങൾ പോണത്? ഒന്നോ രണ്ടൊക്കെ പോകാൻ സാധാരണ പതിവുള്ളതാണ്. ഇത് ഇത്രയ്ക്കധികം വിമാനങ്ങൾ ആകാശത്ത് കൂടെ എന്താ പോണത്? അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, നിന്റെ അച്ഛൻ ദക്ഷൻ യാഗം നടത്തുന്നുണ്ട്. അതിന് പോകണ ദേവതകൾ പോകുന്ന വിമാനങ്ങളാവട്ടെ. അപ്പൊ അച്ഛൻ യാഗം നടത്തുക എന്നിട്ടുള്ള മകൾക്ക് അതിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹം. ശിവനാണെങ്കിൽ വലിയ വിരോധത്തിലാ ദക്ഷനോട്. അവമാനിച്ച് അതൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതാണ് അവിടുന്ന്. അല്ല, അച്ഛൻ ഇങ്ങനെ യാഗം നടത്തുന്നുണ്ട് എന്നാ കേട്ടത്. ആ, അച്ഛന്റെ യാഗം കേമാണത്രേ. ആ, ഒരു അനുകൂല മറുപടിയില്ല. കുറെ കഴിഞ്ഞിട്ട്, അല്ല നമുക്കൊന്നും പോണ്ടേ? വേണ്ട. എന്നാലും അച്ഛൻ യാഗം നടത്തുമ്പോ മോള് പോണ്ടേ? വേണ്ട. അല്ല ഞാൻ പോവും. പോകണ്ട. അല്ല ഞാൻ പോവും. എന്നാ പോയിക്കോ. പോയാൽ അനർത്ഥം. കാരണം നമ്മെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ദക്ഷൻ യാഗം നടത്തുന്നത്, അല്ലാണ്ട് ഭക്തി കൊണ്ടല്ല. എന്തിനാണ് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ യാഗത്തിന് എനിക്ക് പോണം. പോയിക്കോളൂ, നാശം ഏറ്റുവാങ്ങിക്കോളൂ. അങ്ങനെ സതി യാഗത്തിന് പോവുക. അപ്പോ ശിവൻ തൻ്റെ ഗണങ്ങളെ കൂടെ പറഞ്ഞയച്ചു. വീരഭദ്രസ്വാമിയും ഒക്കെ പോയി. അവിടെ ചെന്ന ഉടനെ സഭയിൽ വെച്ച് ദക്ഷൻ മകളെ അപമാനിച്ചു. നീ എന്തിനു വന്നു? ക്ഷണിക്കാത്ത യാഗത്തിന് ആരെങ്കിലും വരുമോ? ആ ഒന്നിനും കൊള്ളാത്ത കോന്തനെ ഞാൻ വിളിക്കുകയോ? പിന്നെയാണോ നീ വന്നത്? നീ അവൻ്റെ ഭാര്യയല്ലേ? നീ അവൻ്റെ ഭാര്യയായിരിക്കണ കാലത്തോളം നീ ഇവിടെ വരണ്ട. സതി
ക്രോധാഗ്നിയിൽ സ്വയം ശരീരം ഉപേക്ഷിച്ചു. ശിവഗണങ്ങൾ നോക്കിയിരിക്കുക. ഒന്നായിട്ട് യാഗത്തെ നശിപ്പിച്ചു. ദക്ഷന്റെ തലയടക്കം വേർപെടുത്തി. ദക്ഷന്റെ തല മുറിച്ച് മാറ്റി. യാഗം മുടങ്ങി. ആ യാഗം മുടങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നം. സകല ദേവന്മാരും വന്ന് ശിവനെ സന്തോഷിപ്പിച്ചു. യാഗം പൂർത്തിയാക്കണം. അങ്ങനെയാണ് ദേവതകളിൽ പ്രഗത്ഭന്മാരായ വൈദ്യന്മാരൊക്കെ ചേർന്ന് ഈ ദക്ഷന് തല മാറ്റി വെച്ചു കൊടുക്കുന്നതും യാഗം പൂർത്തിയാക്കുന്നതൊക്കെ. ഏതായാലും പ്രസിദ്ധമാണ് ദക്ഷയാഗം. എന്തിനു പ്രസിദ്ധമാണ്? ശ്രദ്ധാരഹിതമായ യജ്ഞങ്ങൾ ദോഷത്തിനായിക്കൊണ്ടേ തീരൂ എന്നുള്ള പാഠമാണ് അത് നമുക്ക് തരുന്നത്. എന്ത് ചെയ്യണതോ നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യണം. ഒരാളെ അവമാനിക്കാൻ വേണ്ടിയോ വഞ്ചിക്കാൻ വേണ്ടിയോ ഒന്നും ചെയ്യരുത്. അത് എത്ര നല്ല കാര്യം ചെയ്താലും ദോഷമാണ്. നല്ലത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യണം. ദുഷിച്ച ഉദ്ദേശത്തോടു കൂടി നല്ലത് ചെയ്താൽ അത് നല്ലതാവില്ല, അത് കെട്ടതേ ആവും. അതെ, ഏതായാലും അതാണ് ദക്ഷയാഗം.